നമസ്കാരം, റെഡ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്ന ബയോമെഡിക്കൽ സംസ്കരണ പ്ലാന്റിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ പ്രകൃതി സംരക്ഷണ സമിതി രംഗത്ത്. ഈ നിർദ്ദിഷ്ട പ്ലാന്റിന് സമീപമുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുവാനും അതുപോലെ തന്നെ കരട് പട്ടികയിൽ കരട് റിപ്പോർട്ടിൽ DPR കൊടുത്തിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് 200 മീറ്റർ ചുറ്റളവുകളിൽ വീടുകളില്ല എന്നും കൃഷിയോഗ്യമല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വലിയ ഒരു മുന്നേറ്റത്തിന്, ജനകീയ മുന്നേറ്റത്തിനുള്ള തുടക്കം കുറിക്കുവാൻ വേണ്ടി ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുവാനാണ് ഹിന്ദു ഐക്യവേദിയുടെ പരിസ്ഥിതി സെല്ലിന്റെ ചുമതലപ്പെട്ടവരോട് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെയെല്ലാം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള ശ്രീ മഞ്ഞപ്പാറ സുരേഷ് ജി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ വരുന്ന ഏനാദിമംഗലം പഞ്ചായത്തിൽ IMA ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വളരെ രഹസ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തിരഞ്ഞെടുത്ത ഭൂപ്രദേശം കിൻഫ്രയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള 500 ഏക്കർ പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂപ്രദേശമാണ്. അതിൽ നടത്തിക്കൊണ്ടിരുന്ന ഫുഡ് പ്രോസസ്സിങ്ങും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള സംരംഭങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ സംരംഭങ്ങളെയെല്ലാം തന്നെ വിലക്കെടുത്തിട്ട് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനങ്ങളെ ക്രമേണ പൂട്ടിക്കൊണ്ട് പ്രകൃതിക്ക് ദോഷം വരുന്ന, മനുഷ്യ സമൂഹത്തിന് ദോഷം വരുന്ന തരത്തിലുള്ള ഒരു വലിയ വ്യവസായ മേഖല ഇവിടെ തുറക്കുകയാണ്. പ്രകൃതിക്ക് ദോഷം വരുന്ന തരത്തിലുള്ള 2-3 വ്യവസായ സംരംഭങ്ങൾ, പാറക്കോറിയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വ്യവസായ യൂണിറ്റുകളും പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അനുമതി ഗവൺമെന്റ് നൽകിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന കിൻഫ്രയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഫുഡ് പ്രോസസ്സിങ് ക്രമേണ അവസാനിപ്പിച്ചിട്ട് ഈ 500 ഏക്കർ ഭൂപ്രദേശം പൂർണ്ണമായിട്ടും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുന്ന തരത്തിലുള്ള മാലിന്യ പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 3.5 ഏക്കർ സ്ഥലം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ക്രമേണ ഈ ഭൂപ്രദേശത്തെ ഒരു വ്യവസായത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ വലിയ പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് നമ്മുടെ ഈ ഭൂപ്രദേശത്ത് ഉടലെടുക്കാൻ പോകുന്നത് പഠിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല, അതുപോലെ തന്നെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. ഈ പഠനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ഭൂപ്രദേശമാണോ എന്ന് ഈ നാട്ടിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞത്, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു വിവരശേഖരണവുമായി വന്നപ്പോ 800-ലധികം ആളുകൾ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം ഇതിനടുത്ത് 500 മീറ്ററിന് ഉള്ളിൽ ആരും താമസിക്കുന്നില്ല എന്നുള്ള കള്ള റിപ്പോർട്ടാണ് ഈ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അനുമതിക്ക് വേണ്ടിയിട്ട് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. നേരെ മറിച്ച് ഈ മാലിന്യ പ്ലാന്റിന്റെ 50 മീറ്ററിനുള്ളിൽ തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ജീവന് ഭീഷണിയാകുന്ന
അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫുഡ് പ്രോസസ്സിങ്ങില് അതിന് ഭീഷണിയാകുന്നതാണ് ഈ മാലിന്യ പ്ലാന്റ്. അപ്പൊ മാലിന്യ പ്ലാന്റ് വേണ്ട എന്ന് പറയുമ്പോൾ, അതിനെതിരെ സമരം നടത്തുമ്പോൾ ഇതൊക്കെ എവിടെയാണ് സംസ്കരിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ പ്രകൃതി സംരക്ഷണ വേദിയും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്, ഏതൊക്കെ സ്ഥലത്ത് ഗവൺമെന്റിന്റെ ആകട്ടെ ഈ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നിടത്ത്, അതായത് ഹോസ്പിറ്റലുകൾക്ക്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക്, ഗവൺമെന്റിന്റെ ആകട്ടെ ഹോസ്പിറ്റലുകൾക്ക് ആ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അവിടെ അവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകണം. ആ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് അത് പ്രവർത്തിക്കുവാനുള്ള അനുവാദം കൊടുക്കരുത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന പരിസ്ഥിതിക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 10-100 പേർക്ക് തൊഴിൽ ലഭിക്കും എന്ന് വാഗ്ദാനം കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ സാമൂഹിക പഠനം നടത്തണം, അതുപോലെ തന്നെ പാരിസ്ഥിതിക പഠനം നടത്തണം. ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വളരെ നല്ല ഭൂമി അതിനു വേണ്ടിയിട്ട് മാറ്റപ്പെടേണ്ടുന്നത്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണ വേദിക്കും ഹിന്ദു ഐക്യവേദിക്കും പറയുവാനുള്ളത്, ഈ സംരംഭം ഇവിടെ അവസാനിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഒരു തരത്തിലും ഗവൺമെന്റ് അനുമതി കൊടുക്കരുത്. അതുകൊണ്ട് ജില്ലാ കളക്ടറും കേരള ഗവൺമെന്റും ഇതിനകത്ത് ഇടപെടണം. മാത്രവുമല്ല, യുണൈറ്റഡ് നേഷന്റെ പാരിസ്ഥിതിക വിഭാഗം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രൂപം കൊള്ളുന്നിടത്ത് അത് വ്യക്തമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് വേണം എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് ഒരുപിടി ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരുപിടി ആളുകൾക്ക് പണക്കൊതിയന്മാരാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ സാമൂഹിക ജീവിതത്തിന്റെയും പാരിസ്ഥിതിക ജീവിതത്തിന്റെയും സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്ന നിലപാട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. വിവിധ മന്ത്രാലയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടും. ശക്തമായിട്ടുള്ള സമരമുഖം തുറക്കുവാൻ വേണ്ടിയിട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തയ്യാറാവും. ബഹുജന പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ IMA എന്ന് പറയുന്ന സംരംഭത്തെ ഞങ്ങൾ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകും. മാത്രവുമല്ല, ഈ പ്രസ്ഥാനം പാലോട് വനമേഖലയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ സമരത്തിലും ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളതാണ്. ആ സമരത്തിന്റെ ഒടുവിൽ ഗവൺമെന്റിന് ആ പാരിസ്ഥിതികമായ പ്രദേശത്ത് നിന്ന് ആ മാലിന്യ പ്ലാന്റിനെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേ അവസ്ഥ ഇവിടെയും സംജാതമാകുമ്പോൾ മനുഷ്യശേഷിയെ സമരമുഖത്തിറക്കി ദുരുപയോഗം ചെയ്യുവാനുള്ള ഗവൺമെന്റിന്റെ നിലപാട് അത് തിരുത്തണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മഞ്ഞപ്ര സുരേഷ് ജി, ശശീരൻ ചേട്ടന്, അശോകൻ ചേട്ടന്, പിന്നെ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും മറ്റു ഭാരവാഹികളെ നമസ്കാരം. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഉള്ള എല്ലാ നടപടിക്രമങ്ങളും വളരെ രഹസ്യമായിട്ട് 2017 പോലെ തുടങ്ങി വെച്ചതാണ്. പക്ഷെ നമ്മൾ അറിയുന്നത് 2024 ഓഗസ്റ്റ് മാസമാണ് അറിയുന്നത്. ഒരു പബ്ലിക് ഹിയറിംഗ് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ വിവരം അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് ഇത് കൊടുക്കുകയും പിന്നെ പ്രകൃതി സംരക്ഷണ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും മറ്റുമൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് മറുപടി കിട്ടിയില്ല. അവരൊക്കെ ഒരുമാതിരി ഉഴപ്പുമാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇത് സ്ഥാപിക്കപ്പെടും എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയ ഒരു സംവിധാനമാണ്. അത് കാരണമാണ് അങ്ങനെ ഒരു നടപടി, ഒരു നിസ്സംഗ ഭാവമാണ് ഇവിടുത്തെ അധികാരികളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. നിങ്ങളൊരു പരാതി കൊടുത്തിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ മറുപടി ഇത് ഓൾറെഡി സെറ്റിൽ ചെയ്താണ്, അത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത മറുപടി. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങൾ അങ്ങനെ ആ പരിപാടി അത് സെറ്റിൽ ചെയ്തിട്ടില്ല, അതിപ്പോഴും സ്റ്റിൽ എലൈവ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ലല്ലോ അത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ഞാൻ പറഞ്ഞു അല്ല. ഇനി അടുത്ത ഇതിനൊരു ഞങ്ങൾ വീണ്ടും PM-ന്റെ ഓഫീസിലേക്ക് വീണ്ടും ഞങ്ങൾ പരാതി അയക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് പൊസിഷൻ വെച്ചുകൊണ്ട് അയക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തിൽ നമ്മൾ മറുപടി കൊടുത്തു. അത് ടെലിഫോൺ ബന്ധപ്പാണ്
ഇത് മറ്റേ റെക്കാർഡിക്കലായിട്ടൊന്നും അവിടുന്ന് വന്നില്ല. ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലാണ് സർക്കാർ മറുപടി വരെ കൊടുത്തത്. അപ്പൊ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാം സെറ്റിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു മറുപടി. അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ പറയുന്ന നമ്മൾ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇതിവിടെ കൊണ്ടുവരും, ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇറക്കി വിടും. ഏനാദിമംഗലം പഞ്ചായത്ത് 36,000 ആൾക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് ഏനാദിമംഗലം. അതോടൊപ്പം തന്നെ സമീപപ്രദേശത്തെ എല്ലാ പഞ്ചായത്തിനും ഇത് ബാധിക്കും. 6-8 പഞ്ചായത്തുകൾക്ക് ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. പക്ഷെ അതൊന്നും പലരും ബോധവാന്മാരായിട്ടില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇവരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സമാനമായിട്ടിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അനുഭവിക്കാൻ പോകുന്ന അവിടുത്തെ ജനങ്ങളാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പാലക്കാട് വരെ പോയാൽ മതി. പാലക്കാട് ഓൾറെഡി ഇതിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറ്റി വിടത്തില്ലെന്ന് മാത്രമല്ല, കയറിയാൽ തന്നെ അത് നമുക്കൊന്നും കാണാനോ സമ്മതിക്കത്തില്ല. കയറ്റുന്നതിന് മുമ്പായിട്ട് മുഴുവൻ പുൽത്തേയില ഒഴിച്ച് അവിടെ മുഴുവൻ വൃത്തിയാക്കിയ ശേഷം, വൃത്തിയാക്കി പറഞ്ഞാൽ ആ ദുർഗന്ധം മാറ്റിയ ശേഷമാണ് കയറ്റി വിടുന്നത്. അപ്പൊ അവിടുത്തെ പ്രകൃതിയുടെ നാശത്തിന് വേണ്ടി ഉണ്ടായതിന്റെ ഫലമായിട്ട് ഒരു ഹെക്ടറിന് 6,000 രൂപ വെച്ചപ്പോൾ കോമ്പൻസേഷൻ കൊടുത്തു വയലേലയ്ക്ക്. അപ്പൊ അതൊന്നും ഇവിടുത്തെ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും പറയില്ല. ആ രീതിയിൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷികൾ മുഴുവൻ നശിക്കും, ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കാത്തൊരവസ്ഥ വരും. അങ്ങനെ എല്ലാവരും രോഗികളാകും. അതിനകത്ത് ഏറ്റവും മറ്റ് പല വിദേശ യൂണിവേഴ്സിറ്റികളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്, ഇതിനകത്തെ വെള്ളം ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ മത്സ്യങ്ങൾ മുഴുവൻ നശിക്കും. അതേപോലെ അത് കുടിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആകും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഇവിടുത്തെ ആശുപത്രിക്കാർക്ക് സന്തോഷമാണ്. കാരണം അവർക്ക് വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകൾ തുടങ്ങി അങ്ങനെ അവർക്ക് പൈസ ഉണ്ടാക്കാം. അതുകൊണ്ട് അതിന് അവർക്ക് വലിയ സന്തോഷമാണ്. ആ വന്ധ്യതാ നിവാരണ ക്ലിനിക്ക് നേരത്തെ അറിയാം, ഒരു 75-76 കാലഘട്ടത്തിൽ പുരുഷ വന്ധ്യത എന്ന് പറഞ്ഞാൽ 3%, സ്ത്രീ വന്ധ്യത 7%. ഇപ്പൊ അത് 65-80 ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പൊ അതിലൂടെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമീപത്തുള്ള 6 പഞ്ചായത്ത് മുഴുവൻ ആൾക്കാരും ഇമ്പോർട്ടന്റ് ആകും. ഇത് മുഴുവൻ ആശുപത്രിയോട്ട് ചെല്ലും, ലക്ഷങ്ങൾ അവർക്ക് കൊയ്ത്തുണ്ടാക്കാം. അതാണ് IMAയുടെ ഇതിന്റെ പിന്നിലുള്ള താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ് മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടേ പറയുന്നതാണ്, ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കണം, അതിനുള്ള നടപടി അവർ സ്വീകരിക്കണം. അല്ലാതെ അവിടുന്ന് കെട്ടിവാരിക്കൊണ്ട് നേരാധിപങ്ങളത്ത് കൊണ്ടുവന്നെല്ലാം ചെയ്യാമെന്നുള്ള ആ പരിപാടി നിർത്തിവെക്കണമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രകൃതി സംരക്ഷണ വേദിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നിർദ്ദേശവും ആ തീരുമാനവും അങ്ങനെ തന്നെയാണ്. അതിന് ഏതറ്റം വരെയും നമ്മൾ പോകും, ഇത് നടപ്പിലാക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. നിരവധിയായ പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രകൃതി സംരക്ഷണ വിഭാഗം നടത്തുന്ന ഈ സമരത്തിന് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഈ പാർക്ക് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ജനപ്രതിനിധിയാണ്. ഈ പരിപാടികൾ തുടങ്ങിയിട്ട് 2018 മുതൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം കിൻഫ്രയിലെ ഇവിടുത്തെ ബിസിനസ് അസോസിയേഷൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കൊടുത്ത വിവരാവകാശത്തിൽ അവർ പറയുന്നത് 2018 തന്നെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം ഉണ്ടായി. ഏറ്റവും മോശമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കളവ് പ്രചരിപ്പിച്ചത്, ഇത് ഈ പദ്ധതി പ്രദേശത്ത് നിന്നും 200 മീറ്റർ ചുറ്റളവിൽ വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ മറുപടി കത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പോയി, ഇവിടെ യാതൊരുവിധ സംവിധാനങ്ങളും ഇനിയും വരില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇവിടെ നടക്കുന്ന സമരങ്ങളും ഇവിടെ നടത്തുന്ന സാഹചര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇരയ്ക്കൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്നതായിട്ട് ഭാവിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും തനിമയാർന്ന ഈ പ്രദേശത്ത്, ഈ ഭാഗത്ത് ഈ പ്ലാന്റ് വരുന്നതിൽ ഇവിടെ തുടർച്ചയായിട്ട് ഇടതുമുന്നണിയുടെ ഭരണമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ നയിക്കുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്താണ്. അവരുൾപ്പെട്ട സഹകരണ സംഘമാണ് ഇതിന് CR ഫണ്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. ആ CR ഫണ്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതായത് ഈ പഞ്ചായത്തിൽ നിരവധി തവണ ജനപ്രതിനിധി ഇരുന്ന ആളും അതിലുപരി ഈ പദ്ധതി പ്രദേശത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുമാണ്. അവരിത്ര ഒരു പ്രവൃത്തിക്ക് എഗ്രിമെന്റ് ചെയ്ത് 47 ലക്ഷം രൂപ CR ഫണ്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഇദ്ദേഹം തന്നെ
ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി നടത്തുന്ന ഈ സമരത്തിന് ആത്മാർത്ഥതയുണ്ടെന്നുള്ള കാര്യം. ഈ CR ഫണ്ട് പോകുന്നതും ഈ മുന്നണിയുടെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ഉൾപ്പെടുന്ന സഹകരണ സംഘങ്ങളിലേക്കാണ്. അപ്പൊ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ പിന്നിലുണ്ടായിരുന്നു. ഇതിന് വലിയൊരു പ്രവർത്തനമാണ് നടത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഞാൻ എടുത്തു പറയുന്ന ഒരു കാരണം, ഈ പദ്ധതി പ്രദേശം ഈ കിൻഫ്ര പാർക്ക് അല്ലായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. ഇവിടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബ്രാഞ്ചിന് വേണ്ടി ഇവിടെ സ്ഥലം ഏറ്റെടുക്കുകയും സ്ഥലത്തിന് വരികയും അതിന് പ്രാഥമിക പഠനം റിപ്പോർട്ട് ചെയ്യുകയും അന്നത്തെ ഇവിടെ ഇരുന്ന MP ശ്രീമാൻ ആന്റോ ആനൻ ഉൾപ്പെടെ ഇത് തടയുന്നതിന് എന്തിനു വേണ്ടി തൊട്ടടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിന് വേണ്ടി തടയുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രവർത്തനത്തിൽ ഇരു കൂട്ടരും ഈ നാടിനെ വഞ്ചിച്ചതാണ്. അത്തരത്തിലൊരു പ്രവണത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നു, ആത്മാർത്ഥമായി ഈ സമരം ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കുമ്പോൾ അതിന് ഇവിടെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാവും, ജനങ്ങൾക്കിടയിൽ അതിൻ്റെതായ പ്രതികരണവും ഉണ്ടാവും. അതുകൊണ്ട് ഇത് പോയി എന്ന് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. കാര്യം ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഇവിടുത്തെ നേതൃത്വം അവർ പറയുന്നു ഈ പോയെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്, CR ഫണ്ടിന് ഒപ്പുവെച്ചിട്ട് വ്യക്തമായ രേഖയിൽ ഒപ്പുവെച്ചിട്ട് ഇവിടെ വന്ന് സമരം നടത്തിയ ആളാണ് ഇവിടെ സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് അവരെ സമരത്തെ നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല. ഈ സമരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് IMA എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തിൽ എന്റെ അറിവില് ഗവൺമെന്റ് ഡോക്ടർമാർ ഉൾപ്പെടെ എന്ന സംഘമാണ്. അവരാണ് IMA എന്ന അസോസിയേഷൻ ഉള്ളത്. ആ അസോസിയേഷന് ബിസിനസ് നടത്താനുള്ള അനുവാദം ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് നടത്താനുള്ള അനുവാദം ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന AE പോലുള്ള എഞ്ചിനീയർമാരെല്ലാം കൂടി അവർ പറയും ഈ നാട്ടിലെ പൊതുപ്പനാമത്തെ പ്രവർത്തികളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞാൽ അവർക്കും ചെയ്യരുത്. അപ്പൊ അത് തന്നെ ഒരു ഫേക്ക് ആണെന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഈ സമരം ഒരു കാരണവശാലും അതിജീവനത്തിന് വേണ്ടി ഒരു സമരമാണ്. ഒരു കാരണവശാലും ഈ പ്ലാൻ ഇവിടെ വരാൻ അനുവദിക്കത്തില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുക. വീണ്ടും ഇത് ഒളിച്ചിരുന്നുകൊണ്ട്, അതായത് മാളത്തിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇത് വരത്തില്ല എന്ന് പറയുകയും എന്നാൽ ഇത് പ്രവർത്തനത്തിൽ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും ഇതിന്റെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനും തുനിഞ്ഞതിനുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും വളരെയധികം മാരകമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വളരെയധികം സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പ്ലാന്റ് എന്താണെന്നോ ഇതിനകത്തുള്ളാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്താണെന്നോ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കെമിക്കലുകൾ എന്താണെന്നോ ഒന്നും യാതൊരു ബോധവുമില്ല. ഇപ്പോഴും ഈ ഒരു 7-8 പഞ്ചായത്തുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അനക്കവുമില്ല. അവരെ ഒരു ബോധവൽക്കരണം കൂടെ ഇതിനെ കൂടെ നടത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാന്റ് എന്താണെന്ന് പോലും അറിയത്തില്ല. അവർക്ക് ഈ പ്ലാന്റിനെ കുറിച്ചും ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായ ഒരു പിക്ചർ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ ഒരു നല്ല രീതിയിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിലെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദിയുടെ അടൂർ താലൂക്കിന്റെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ് ജി, യോഗത്തിൽ പങ്കെടുത്ത ഹിന്ദു ഐക്യവേദി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ, സംഘടനാ ജനറൽ സെക്രട്ടറി അശോക് ജി, ജില്ലാ ജനറൽ സെക്രട്ടറി ശശിയേട്ടൻ, അതുപോലെ തന്നെ ഈ വാർഡിന്റെ മെമ്പർ സതീഷ് ചേട്ടൻ, അതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സതികുമാർ ജി, അശോകൻ ചേട്ടൻ, ഈ സമരസമിതിയുടെ കൺവീനർ രവീന്ദ്രേട്ടൻ, ബൽചേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ഐക്യവേദി കഴിഞ്ഞ കുറേ നാളുകളായി ഏനാദിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IMAയുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരരംഗത്താണ്. പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്ത് ബയോമെഡിക്കൽ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്നും IMA പിന്മാറുക എന്നതാണ് സമരത്തിന്റെ ഉദ്ദേശം. സാമൂഹിക ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും നടത്തുന്നതിനു വേണ്ടി സമീപ സ്ഥലങ്ങളിലും പരിസരവാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ, സംഘടനാ സെക്രട്ടറി C അശോക് കുമാർ, ജനറൽ സെക്രട്ടറി K ശശിധരൻ, ജില്ലാ സെക്രട്ടറി NK സതികുമാർ, താലൂക്ക് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ, ജനറൽ സെക്രട്ടറി സുരേഷ് മണ്ണടി, സെക്രട്ടറി മധുകുമാർ, മേഖല ഖജാൻജി അശോക് കുമാർ,
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ സിംഗ്, ആക്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ മന്മഥൻ നായർ, മഹിളാ മോർച്ച മണ്ഡല വൈസ് പ്രസിഡന്റ് ചന്ദ്രമതി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.